ഇതിൽ തീരില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇതിൽ തീരില്ല എന്നുള്ളത് പാർട്ടിക്കും അറിയാം. ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ ഡാമേജ് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലും ആ പ്രത്യേകതയുണ്ടായിരുന്നു. തുടക്കത്തിൽ PV അൻവറിനെ തള്ളുന്നു, PV അൻവർ വലതുപക്ഷത്തിൻ്റെ കോടാലിയായി എന്ന് പറഞ്ഞ ശേഷം അൻവർ ഉന്നയിച്ച ആ ആരോപണങ്ങളിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് വിശദീകരിക്കാനാണ് ആദ്യഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹം ശ്രമിച്ചത്. പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നടപടി ഉണ്ടായിട്ടും DGP തലത്തിൽ തന്നെ അന്വേഷണം ഉണ്ടായിട്ടും അൻവർ തിരിയുകയായിരുന്നു എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം മുഴുവൻ പാർട്ടി സഖാക്കൾക്കും അണികൾക്കും അനുഭാവികൾക്കുമുള്ള വിശദീകരണമായിട്ട് തന്നെ കാണണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നടപടി ഉണ്ടായിട്ടും PV അൻവർ വേറൊരു രൂപത്തിലേക്ക് പോയി. അതാണ് വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നത്. അവസാന ഘട്ടത്തിലാണല്ലോ ഈ പറയുന്നത് പാർട്ടി ബന്ധം വിച്ഛേദിക്കുന്നു എന്നുള്ളത്. അവിടേക്ക് എത്തുമ്പോഴേ അദ്ദേഹം അതിലൊരു രൂക്ഷമായ പ്രതികരണത്തിലേക്ക് വരുന്നുള്ളൂ. അൻവറിന് ഈ വിഷയത്തിൽ, അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ, അൻവർ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ ലഭിക്കുന്ന വലിയ പിന്തുണ പാർട്ടിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആ പിന്തുണ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. മലപ്പുറത്തെ വേറൊരു രൂപത്തിൽ കാണുന്നു, അതിനിടയാക്കുന്ന രൂപത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നു, അത് പറയുമ്പോൾ അത് പാർട്ടി മുഖവിലക്കെടുക്കുന്നില്ല എന്ന്. അതാണ് ന്യൂനപക്ഷത്തിനൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്ന ഈ പാർട്ടിയിൽ നിന്ന് ന്യൂനപക്ഷത്തിന് ഒരു പിന്തുണയില്ല, സാധാരണ സഖാക്കൾക്ക് പിന്തുണയില്ല എന്ന് ആവർത്തിച്ച് അൻവർ പറയുമ്പോൾ അത് ഒരു പ്രഭാവം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വലിയൊരു സ്വാധീനം ഒരു വലിയ വിഭാഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന മനസ്സിലാക്കലിൽ നിന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അൻവർ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യവും പ്രധാനമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്നു. നിലമ്പൂരിൽ ഒരു ജീപ്പ് കെട്ടി അതിന് മുകളിൽ കയറി നിന്ന് പറയും, ഒരാളും വരണ്ട, ഇപ്പോൾ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞു. പുറത്താക്കി കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ താൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, ഇനി എനിക്ക് ഒരു കെട്ടുപാടുകളുമില്ല, പാർട്ടിയിലെ ഒരാളെയും നോക്കേണ്ടതില്ല എന്ന PV അൻവർ പറയുമ്പോൾ ഇനി അങ്ങോട്ട് വിളിച്ചുപറയലുകളുടെ ദിവസമാണ്. ആ വിളിച്ചുപറയലുകളുടെ ആയുസ്, അതിൻ്റെ പറയുന്ന കാര്യങ്ങളുടെ ബലം, അതൊക്കെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. അൻവറിന് തെളിവില്ല എന്നാണെങ്കിലും പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ RSS ADGP കൂടിക്കാഴ്ച തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടും P ശശിക്കെതിരെയും ഉയർത്തിയ ആരോപണം അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിഷയമായിട്ടുണ്ട്. പാർട്ടി സഖാക്കൾക്കിടയിൽ തന്നെ RSSുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയിൽ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നൊരു ശക്തമായ വിമർശനം ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ടൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല, അതിലൊരു രാഷ്ട്രീയ തീരുമാനമല്ലേ വേണ്ടത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യം അവിടെ നിൽക്കുമെന്നുള്ളതാണ് പ്രധാനം. അതിന് കൃത്യമായ മറുപടി പറയാൻ ഇതുവരെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് എന്തോ ഒന്ന് ഒളിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് എന്ന സംശയം വരുന്നത്. പക്ഷേ ഇന്ന് അൻവർ സംസാരിക്കുന്ന ഘട്ടത്തിൽ, ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴും ഈ RSS ADGP കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തെളിവില്ല എന്ന് പറയുന്നു. അതേസമയം തെളിവുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തെളിവുള്ള പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊടുത്ത പരാതികളിലൊക്കെ അന്വേഷണം നടത്തുകയാണ് എന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കാത്തത് എന്ന് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. റിദാൻ ബാസലിൻ്റെ കേസിലാണ്, മാമി തിരോധാനത്തിൻ്റെ കേസിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ADGPക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ ഒരു തരത്തിലും അനങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൊരു അന്വേഷണത്തിലേക്ക് പോയിട്ടേയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്? ഈ മാസം അവസാനം DGP റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഒക്ടോബർ 1 ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ആ റിപ്പോർട്ട് എന്ത് കാര്യങ്ങളാണ് കൊടുക്കുക? ഈ വിവരങ്ങളിലൊന്നും ഈ ആരോപണങ്ങളിലൊന്നും അന്വേഷണം നടത്താതെ എന്ത് തരം റിപ്പോർട്ടാണ് കൊടുക്കുക? മരമുറിയുമായി ബന്ധപ്പെട്ടും ഈ അന്വേഷണ സംഘം ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചതെന്നും അതിൻ്റെ സാക്ഷി പറഞ്ഞ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PV അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിൽ നടത്തുന്ന അന്വേഷണം എന്നുള്ളത് വെറും കണ്ണിൽ പൊടിയിടലാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇതിന് കൃത്യമായ മറുപടിയല്ല ഉണ്ടായിട്ടുള്ളത്. പകരം അൻവർ പാർട്ടി ഘടന അറിയാത്ത, പാർട്ടി നയമറിയാത്ത, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നറിയാത്ത പുറത്തു നിൽക്കുന്ന ഒരാൾ എന്ന പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. CPM എന്താണെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാത്ത ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി ഇന്ന് വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലെനിനും മാർക്സും ഒന്നുമല്ല, എന്നെ സംബന്ധിച്ച പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന, സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച പാർട്ടി എന്നുള്ളത്. അപ്പോൾ പാർട്ടി ആ നിലയ്ക്കാണ്
ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ആ സഖാക്കൾ തൻ്റെ കൂടെയുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ PV അൻവറിനുള്ള പിന്തുണ ഒരു പൂർണ്ണമായും പുറത്തെ പിന്തുണയാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അതേസമയം പുറത്ത് പാർട്ടി സെക്രട്ടറി ഇങ്ങനെ PV അൻവറിനെതിരെ പുറത്തേക്ക് വരണം, ജനം ഇറങ്ങണം, സഖാക്കൾ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഇന്ന് നിലമ്പൂരിലും ഇടവണ്ണയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ സ്വഭാവം വേറെ രൂപത്തിലാണ്. അത് ആക്രമിക്കൂ, വെട്ടി കളയും, പാർട്ടി സെക്രട്ടറി ഒന്ന് പറഞ്ഞാൽ തീർക്കും എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. പക്ഷേ അത് അവിടുത്തെ പാർട്ടി അംഗത്വമുള്ള കുറച്ച് സഖാക്കളുടെ പ്രതികരണമാണ് എന്നും അപ്പുറത്ത് അനുഭാവികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം തനിക്ക് പിന്തുണയുമായി ഇനി നടത്താനിരിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ഞായറാഴ്ച നടത്താനിരിക്കുന്ന പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് PV അൻവറിൻ്റെ പ്രതീക്ഷ. അത് PV അൻവറിൻ്റെ പ്രതീക്ഷയും PV അൻവറിൻ്റെ ആത്മവിശ്വാസമാണ്. പക്ഷേ ഇത് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന വിഷയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ RSS ADGP കൂടിക്കാഴ്ച വിശദീകരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അപ്പുറത്ത് ന്യൂനപക്ഷത്തിന് വിശ്വസിക്കാവുന്ന ഒരു പാർട്ടി എന്നുള്ളതായിരുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷം തന്നെ, ന്യൂനപക്ഷ സംഘടനകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുന്ന രൂപത്തിലേക്കാണ് അൻവറിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഈ കൂടിക്കാഴ്ചയെപ്പറ്റി പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അസ്വാഭാവികമായി തുടരുന്നത്. ഇനിയിപ്പോൾ DGP റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ ഇപ്പോൾ CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നുണ്ടല്ലോ കാലം അദ്ദേഹത്തിന് ADGP ആ സ്ഥാനത്ത് തുടരില്ല എന്ന് പറയുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോഴുള്ള നടപടികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനാവുന്നത്. അതിലപ്പുറം ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൊടുക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഷ്ട്രീയ പ്രതികരണം എന്താണ് ഉണ്ടായിട്ടുള്ളത്? രാഷ്ട്രീയ പ്രതികരണം CPMൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ P ശശിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും രണ്ട് തരം പ്രതികരണങ്ങൾ വന്നു. മുഖ്യമന്ത്രി പറയുന്നു P ശശിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവുമില്ല, മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന്. പാർട്ടി സെക്രട്ടറി പറയുന്നു അതിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന്. എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? ആ അന്വേഷണത്തിന്റെ സ്വഭാവം എന്താണ്? അതിലൊരു കമ്മീഷൻ ഉണ്ടോ? അതൊന്നും പുറത്തേക്ക് പറയുന്നില്ല. കാരണം പുറത്ത് പരസ്യമായി പറഞ്ഞിരിക്കുന്ന ആരോപണമാണ്. അതിൽ പരസ്യമായൊരു പ്രതികരണം പാർട്ടി നടത്തേണ്ടതുണ്ട്. ഒരു രഹസ്യമായ അന്വേഷണം പാർട്ടി നടത്തുന്നുണ്ടോ? അത് മുഖ്യമന്ത്രിക്കും അറിയില്ലേ? അങ്ങനെയെങ്കിൽ പാർട്ടി പറയും മുമ്പ് എന്തിന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഇവിടുത്തെ സഖാക്കൾക്കുമുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അൻവറിനെ എങ്ങനെ പാർട്ടി നേരിടും എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അൻവറിനെ സഖാക്കൾ പിന്തുണച്ചതുകൊണ്ടാണ് അൻവർ ജയിച്ചത് നിലമ്പൂരിൽ എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ എന്നെ ഇങ്ങോട്ട് പിന്തുണയ്ക്കാൻ സഖാക്കൾ ഇങ്ങോട്ട് വന്നതാണ്, പാർട്ടി ഇങ്ങോട്ട് വന്നതാണ് എന്ന് PV അൻവർ മറുപടി നൽകുന്നുണ്ട്. അവിടെ PV അൻവർ നിലമ്പൂരിൽ 2ാം സ്ഥാനത്തേക്ക് പോയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ന് CPI സെക്രട്ടറി പറയുന്നുണ്ട്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി എങ്ങനെ പരാജയപ്പെട്ടു എന്ന്. അവിടെ ആ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പിന്തുണ ആർക്കായിരുന്നു എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ അന്ന് CPI സ്ഥാനാർത്ഥി എങ്ങനെ പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് ബിനോയ് വിശ്വം പറഞ്ഞില്ല. അൻവറിനെ പൂർണ്ണമായും അൻവർ പറയുന്ന മുഴുവനായി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ പറഞ്ഞ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു എന്ന് കൂടിയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഏതായാലും ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശൈലിക്ക് തുടക്കം ഇട്ടിരിക്കുന്നു PV അൻവർ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തെളിവുകൾ കാണിക്കാൻ മാധ്യമപ്രവർത്തകരുമായി സഞ്ചരിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു തട്ടാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ അദ്ദേഹത്തിൻ്റെ വീട് കാണിച്ചൊരു തെളിവാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അതൊരു പുതിയ രീതിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അത് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ട് തെളിവ് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഒരു സംഘടന ഉണ്ടാക്കാൻ പോകുന്നു, ഒരു സംഘടനയും പാർട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നത് എത്രത്തോളം PV അൻവറിൽ നിന്ന് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പോക്കിന് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ എതിർ ശബ്ദങ്ങൾ ഇങ്ങനെ ഉയർത്തുന്നത്, അതിലെ സത്യാവസ്ഥ അറിയാൻ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, പാർട്ടി സഖാക്കൾ ആഗ്രഹിക്കുന്നത് എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഭീഷണി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിലെന്തായാലും തീരുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് ദീർഘമായി ഇതിലൊക്കെ മറുപടി പറയാൻ താൻ തയ്യാറാണെന്നാണല്ലോ അന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇനി PV അൻവർ ഓരോ ദിവസവും വാർത്താസമ്മേളനം നടത്തുന്ന ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ മറുപടിയും പ്രതീക്ഷിക്കാമോ? അതെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതിന്റെ തുടർച്ചയായിരിക്കും എന്നുള്ള സൂചനകളാണ് പാർട്ടിയും നൽകുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും ഇതിൽ തീരില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.